എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് +1 എക്കണോമിക്സിലെ, അതും ഇന്ത്യൻ എക്കണോമിയിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പം എക്കണോമിക്സ് നിങ്ങൾ ആദ്യമായിട്ട് പഠിക്കുന്ന ഒരു വിഷയമായിരിക്കും +1ലേക്ക് എത്തുമ്പം. ഇത് സോഷ്യൽ സയൻസിലെ ഒരു ഭാഗമാണ് ഈ എക്കണോമിക്സ് അഥവാ സാമ്പത്തിക ശാസ്ത്രം എന്ന് പറയുന്നത്. അപ്പം എക്കണോമിക്സിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. +1നും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, +2നും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ +1 കുട്ടികൾ +1ൻ്റെ കാര്യം മാത്രം അറിഞ്ഞാൽ മതി. എന്താണ് +1ന് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്? ഫസ്റ്റ് ഇന്ത്യൻ എക്കണോമിക് ഡെവലപ്മെൻറ്റ്, അതായത് ഇന്ത്യയുടെ സാമ്പത്തിക വികസനം. രണ്ടാമത്തേത് സ്റ്റാറ്റിസ്റ്റിക്സ് ഫോർ എക്കണോമിക്സ്, അതായത് സാമ്പത്തിക ശാസ്ത്രത്തിനോട് സാംഖികം. അപ്പോൾ ഇത് നിങ്ങൾക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് കേട്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ഇത് പകുതി തിയറിയും പകുതി പ്രോബ്ലവും കൂടിയ വിഷയമാണ്. അതായത് 40 മാർക്കിൻ്റെ തിയറിയും 40 മാർക്കിൻ്റെ കണക്കും, അതായത് പ്രോബ്ലംസും വരുന്ന ഒരു വിഷയമാണ് ഇത് എക്കണോമിക്സ് എന്ന് പറയുന്നത്. അപ്പം വലിയ പ്രോബ്ലംസ് ഒന്നുമല്ല, സിമ്പിൾ ആയിട്ടുള്ള തിയറിയുമാണ്. അപ്പോൾ നമുക്ക് പഠിച്ചാൽ പറ്റും. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഇന്ത്യൻ എക്കണോമിയിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് കേട്ടോ. എക്കണോമിക്സിലെ ഇന്ത്യൻ എക്കണോമിയിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ എക്കണോമിക്സ് എന്നാൽ എന്താണ്? എക്കണോമിക്സ് സാമ്പത്തിക ശാസ്ത്രമാണ്. അതായത് സമ്പത്തിനെ കുറിച്ച്, ബാങ്കുകളെക്കുറിച്ച്, മനുഷ്യൻ്റെ സാമ്പത്തിക പ്രവർത്തനങ്ങളെക്കുറിച്ച്, അതിനൊക്കെ പറ്റിയാണ് നമ്മൾ ഈ വിഷയത്തിൽ പഠിക്കുന്നത്. അതായത് മനുഷ്യനും സമ്പത്തും മനുഷ്യനും പണവും തമ്മിലുള്ള ബന്ധത്തെ പറ്റിയൊക്കെയാണ് നമ്മൾ എക്കണോമിക്സിൽ പഠിക്കുന്നത്. അപ്പം എക്കണോമിക്സിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററാണ് ഇന്ത്യൻ എക്കണോമി ഓൺ ദ ഈവ് ഓഫ് ഇൻഡിപെൻഡൻസ്. ഇന്ത്യൻ എക്കണോമി ഓൺ ദ ഈവ് ഓഫ് ഇൻഡിപെൻഡൻസ് എന്നാണ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ പേര്. അപ്പം ഇതിൽ ഫസ്റ്റ് നമ്മൾ പഠിക്കേണ്ട കാര്യമാണ് റീസൺസ് ഫോർ സ്റ്റാഗ്നേഷൻ ഇൻ അഗ്രികൾച്ചർ. മലയാളം പറയാം, റീസൺസ് ഫോർ സ്റ്റാഗ്നേഷൻ ഇൻ അഗ്രികൾച്ചർ, അതായത് കാർഷിക മേഖലയുടെ സ്തംഭനാവസ്ഥയ്ക്കുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് 4 മാർക്കിനും 5 മാർക്കിനും ഷുവറായിട്ടും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇടയ്ക്ക് 2 മാർക്കിനും കാണാറുണ്ട്. റീസൺസ് ഫോർ സ്റ്റാഗ്നേഷൻ ഇൻ അഗ്രികൾച്ചർ, അതായത് കാർഷിക മേഖലയുടെ സ്തംഭനാവസ്ഥയ്ക്കുള്ള കാരണമാണ്. നമ്മൾ ഈ പാഠത്തിൽ പഠിക്കുന്നത് മെയിനായിട്ട് എന്താണ്? ബ്രിട്ടീഷ് ഭരണകാലത്തെ ഇന്ത്യൻ കാർഷിക മേഖലയുടെ ബ്രിട്ടീഷ് ഭരണകാലത്തെ ഇന്ത്യൻ അടിസ്ഥാന സൗകര്യങ്ങളുടെ സ്ഥിതിയെപ്പറ്റി, അതായത് സ്വതന്ത്ര ലബ്ധിക്ക് മുമ്പ്, അതായത് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് ഇന്ത്യയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ, അത് കൃഷിയിലായിക്കോട്ടെ മറ്റുള്ള മേഖലകളിലായിക്കോട്ടെ, അതൊക്കെ എങ്ങനെയായിരുന്നു എന്നാണ് പഠിക്കുന്നത്. മെയിനായിട്ടും കൃഷി, അതിൽ അഗ്രികൾച്ചർ സ്റ്റാഗ്നേഷനാണ് എക്സാമിന് കൂടുതലും ചോദിക്കാറ്. അപ്പോൾ അതാണ് നമ്മൾ മെയിനായിട്ട് ഇമ്പോർട്ടൻറ്റ് കൊടുത്ത് പഠിക്കുന്നത്. അതായത് ഇന്ത്യയുടെ കാർഷിക മേഖലയുടെ സ്തംഭനാവസ്ഥയുടെ പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണ്? ഫസ്റ്റ് പോയിന്റ്, ഭൂനികുതി സമ്പ്രദായങ്ങൾ, അതായത് ലാൻഡ് സെറ്റിൽമെൻറ്റ് സിസ്റ്റം. 10ാം ക്ലാസ്സിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. സെമീന്ദാരി വ്യവസ്ഥ, റൈറ്റ് വാരി വ്യവസ്ഥ, മഹൽവാരി വ്യവസ്ഥ, അതൊക്കെയാണ് ഈ ഭൂനികുതി സമ്പ്രദായം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് പോയിന്റ് ഭൂനികുതി സമ്പ്രദായങ്ങൾ അല്ലെങ്കിൽ ലാൻഡ് സെറ്റിൽമെൻറ്റ് സിസ്റ്റം. ഇന്ത്യയുടെ കാർഷിക മേഖലയുടെ സ്തംഭനാവസ്ഥയ്ക്കുള്ള കാരണങ്ങളാണ് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് വൺ എന്താണ്? ഭൂനികുതി സമ്പ്രദായങ്ങൾ അല്ലെങ്കിൽ ലാൻഡ് സെറ്റിൽമെൻറ്റ് സിസ്റ്റം. സെക്കൻഡ് വൺ, പൗരാണികമായ അല്ലെങ്കിൽ പഴഞ്ചൻ സാങ്കേതിക വിദ്യയുടെ ഉപയോഗം, അതായത് പൗരാണിക ഉൽപ്പാദന രീതിയുടെ ഉപയോഗം അല്ലെങ്കിൽ പഴഞ്ചൻ സാങ്കേതിക വിദ്യയുടെ ഉപയോഗം. അതായത് എന്താണ്? ലോ ലെവൽ ഓഫ് ടെക്നോളജി എന്നാണ് പറയുന്നത്. ലോ ലെവൽ ഓഫ് ടെക്നോളജി. അടുത്ത 3ാമത്തെ പോയിന്റ്, കൃഷിയുടെ വാണിജ്യവൽക്കരണം, കൊമേഴ്ഷ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ. അടുത്തത് ഇന്ത്യ വിഭജനം 1947, പാർട്ടീഷൻ ഓഫ് ഇന്ത്യ 1947. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ത്യയുടെ കാർഷിക മേഖലയുടെ സ്തംഭനാവസ്ഥയ്ക്കുള്ള കാരണങ്ങൾ. എന്തൊക്കെയാണ്? ഭൂനികുതി സമ്പ്രദായങ്ങൾ, ലാൻഡ് സെറ്റിൽമെൻറ്റ് സിസ്റ്റം, പൗരാണിക ഉൽപ്പാദന രീതിയുടെ അഭാവം, അതായത് പുത്തൻ സാങ്കേതിക വിദ്യയുടെ അഭാവം, എന്താണ്? ലോ ലെവൽ ഓഫ് ടെക്നോളജി. 3ാമത്തെ പോയിന്റ്, കൃഷിയുടെ വാണിജ്യവൽക്കരണം, കൊമേഴ്ഷ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ. 4ാമത്തെ പോയിന്റ്, ഇന്ത്യ വിഭജനം 1947, പാർട്ടീഷൻ ഓഫ് ഇന്ത്യ 1947. ഇതാണ് മെയിനായിട്ടും ഈ പാഠത്തിൽ നിങ്ങൾ പഠിക്കേണ്ടത്. ഇത്രയേ ഈ പാഠത്തിൽ പഠിക്കാനുള്ളൂ എന്ന് വെച്ച് വേറെ ഒന്നും ഇല്ലെന്നല്ല, കുറേ നമുക്ക് വായിച്ച് മനസ്സിലാക്കാനുണ്ട്. മെയിനായിട്ടും ഈ ഒരു ക്വസ്റ്റ്യനാണ് നമ്മുടെ എക്സാമിന് വരിക. 5 മാർക്കിന്, 4 മാർക്കിന്, പിന്നെ 2 മാർക്കിനും വരാറുണ്ട്. റീസൺസ് ഫോർ സ്റ്റാഗ്നേഷൻ ഇൻ അഗ്രികൾച്ചർ, ഇന്ത്യയുടെ കാർഷിക മേഖലയുടെ സ്തംഭനാവസ്ഥയ്ക്കുള്ള കാരണങ്ങൾ ചോദിക്കാറുണ്ട്. പിന്നെ കുറേ 1 വേർഡ് ക്വസ്റ്റ്യൻ ഉണ്ട്, അതൊക്കെ നമ്മൾ ചർച്ച ചെയ്യും. പിന്നെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കേണ്ടതാണ് ഈ ഒക്യുപ്പേഷണൽ സ്ട്രക്ചർ, തൊഴിൽ ഘടന എന്ന് പറഞ്ഞാൽ എന്താണ്? വിവിധ തൊഴിൽ മേഖലകളിൽ ജോലി എടുക്കുന്നവരുടെ എണ്ണത്തെയാണ് തൊഴിൽ ഘടന അല്ലെങ്കിൽ ഒക്യുപ്പേഷണൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. തൊഴിൽ മേഖലകളെ പ്രധാനമായും 3ആയി തിരിക്കുന്നുണ്ട്: പ്രാഥമികം, ദ്വിതീയം, തൃതീയം. അതിൽ ഉൾപ്പെടുന്നത് നിങ്ങൾ നോക്കുക.
നമുക്കതിൻ്റെ ഇംഗ്ലീഷ് വെർഷൻ നോക്കാമെന്ന്. യെസ്, occupational structure. Occupational structure means the distribution of workers among different sectors. Employment sector can be broadly classified under 3 heads: primary sector, secondary sector and tertiary sector. പിന്നെ ഈ 3 സെക്ടറിലും പ്രാഥമിക, ദ്വിതീയം, തൃതീയം ഈ 3 മേഖലകളും ഉൾപ്പെടുന്ന കാര്യങ്ങൾ പഠിച്ചാൽ മതി. ഓക്കെ, അത്രയും ഈ പാഠത്തിൽ നിന്ന് പഠിക്കാനുള്ളൂ. മെയിനായിട്ടും സ്റ്റാഗ്നേഷൻ പഠിക്കുക, സ്തംഭനാവസ്ഥയ്ക്കുള്ള കാരണങ്ങൾ പഠിക്കുക. കാർഷിക മേഖലയുടെ സ്റ്റാഗ്നേഷൻ ഫോർ അഗ്രികൾച്ചർ, കാർഷിക മേഖലയുടെ സ്തംഭനാവസ്ഥയ്ക്കുള്ള കാരണങ്ങൾ നിങ്ങൾ മെയിനായിട്ട് നോക്കുക. അതാണ് ഈ ഫസ്റ്റ് ചാപ്റ്ററിൽ നോക്കാനുള്ളത്. അപ്പം എക്കണോമിക്സ് എന്ന് പറയുമ്പം +1 നിങ്ങൾ ഡബിൾ പാസ് ഉറപ്പായിട്ട് വാങ്ങണം. കാരണം +2 എക്കണോമിക്സ് ഈ കാണുന്ന ഒന്നുമല്ല, തിയറി കുറവാണ്, കുറച്ച് പ്രോബ്ലംസ് കൂടുതലാണ്. +2 എത്തുമ്പം മൈക്രോ എക്കണോമിക്സും മാക്രോ എക്കണോമിക്സുമാണ് നിങ്ങൾ പഠിക്കുന്നത്. ഇന്ത്യൻ എക്കണോമിയും സ്റ്റാറ്റിസ്റ്റിക്സും +1 മാത്രമേ നിങ്ങൾ പഠിക്കുന്നുള്ളൂ. സ്റ്റാറ്റിസ്റ്റിക്സ് ഫോർ എക്കണോമിക്സ് ആണ് കേട്ടോ, അതൊന്നും കൂടി നിങ്ങൾ ശ്രദ്ധിക്കാം. സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നൊരു സബ്ജക്റ്റ് ഉണ്ട്, അത് കൊമേഴ്സുകാർക്കുണ്ട്, ഹ്യൂമാനിറ്റീസുകാർക്കും ഉണ്ടെന്ന് കരുതുന്നു. സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നൊരു സബ്ജക്റ്റ് ഉണ്ട്. ആ സ്റ്റാറ്റിസ്റ്റിക്സ് അല്ല ഇത് സ്റ്റാറ്റിസ്റ്റിക്സ് ഫോർ എക്കണോമിക്സ് ആണ്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തത് ഇന്ത്യൻ എക്കണോമിയുടെ സെക്കൻഡ് ചാപ്റ്ററാണ്. അതിന് മുമ്പേ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ നോക്കാം. സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററും ആകെ 2-3 കാര്യങ്ങളെ പഠിക്കാനുള്ളത്. കണ്ടില്ലേ, ഇതാണ് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ. ഇതിൽ നമ്മൾ ഇതിൽ തിയറിയാണ്. അത് കഴിഞ്ഞ് 2-3 ചാപ്റ്റേഴ്സ് കഴിയുമ്പോൾ കുറച്ച് പ്രോബ്ലംസ് ഒക്കെ വരുന്നുണ്ട്. ഇത് കാണുന്നുണ്ട് തോന്നുന്നു ഈ പ്രോബ്ലംസ്. ഇതൊന്നും വലിയ ഇതൊന്നും അല്ല, ഇതൊക്കെ എളുപ്പമാണ്, നമുക്ക് നോക്കാം. അപ്പം അടുത്തതായിട്ട് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററുമായിട്ട്, സ്റ്റാറ്റിസ്റ്റിക്സ് ഫോർ എക്കണോമിക്സിലെ ഫസ്റ്റ് ചാപ്റ്ററുമായിട്ട് ഞാൻ ഉടനെ വരുന്നതാണ്. അപ്പം അടുത്ത വീഡിയോയുമായിട്ട് കാണാം. നിങ്ങൾ മെയിനായിട്ടും ഈ സ്റ്റാഗ്നേഷൻ മാത്രം ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് നോക്കി വെക്കുക. 1 വേർഡ് ക്വസ്റ്റ്യൻസും നമുക്ക് ചെയ്യണം. അപ്പം അടുത്ത വീഡിയോയുമായിട്ട് ഉടനെ കാണാം.